ദൈവത്തിനും ഭക്തിക്കും ഒരു തരത്തിലും CPM എതിരല്ലെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം കെ ശൈലജ MLA. എന്നാൽ ദൈവത്തെ കാണാൻ കൂട്ടിക്കൊണ്ടുപോയി വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും ഒരു ശത്രുവിനെ അവിടെ സൃഷ്ടിച്ച് നടത്തുന്ന മുതലെടുപ്പ് രാഷ്ട്രീയം അപകടകരമാണെന്നും ശൈലജ പറഞ്ഞു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച MC ജോസഫൈൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ദൈവവിശ്വാസത്തിന് ഒരിക്കലും എതിരുനിൽക്കുന്ന പാർട്ടിയല്ല CPM എന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം കെ ശൈലജ MLA പറഞ്ഞു. ദൈവത്തെ കാണാൻ കൂട്ടിക്കൊണ്ടുപോയി വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അവിടെ ഒരു പൊതുശത്രുവിനെ സൃഷ്ടിക്കുന്ന സമീപനം ചിലർ സ്വീകരിക്കുന്നുണ്ട്. അതിനെയാണ് എതിർക്കുന്നത്. നാടിന് വേണ്ടി നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അല്ലേ ലഘുവായപ്പ എന്ന് പറഞ്ഞിട്ട് സദാ മുന്നിൽ പോയിരുന്നവർ ഒന്നും എനിക്ക് പോകുന്നുണ്ട് ഒത്തിരി ഞാൻ കഷ്ടത്തിലിടെ നിൽക്കുക ഈ ശല്യം കാരണം പോയിട്ട് നമുക്ക് പണിയെടുക്ക് എന്ന് പറയുന്ന ദൈവമാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ അനുഭാവികളുടെ ദൈവം അല്ലേ. ദൈവത്തെ വിശ്വസിക്കുന്നവരാ മഹാഭൂരിപക്ഷം. നമ്മൾ ദൈവത്തിനെതിരല്ല, ദൈവത്തിനെതിരെ യാതൊരു ശണ്ടയില്ല. പക്ഷെ ഇപ്പരിപാടി ദൈവത്തെ കാണാൻ കൂട്ടിക്കൊണ്ടുപോകുക, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക, എന്നിട്ട് ആ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ജാതിബോധം ഉണ്ടാക്കുക, മതബോധം ഉണ്ടാക്കുക, രാജ്യത്തെ ഒരു മതപരമായ രാജ്യമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒത്താശ ചെയ്യുന്നവരാക്കി മാറ്റുക, ഒരു ശത്രുവിനെ സൃഷ്ടിക്കുക, ആ ശത്രു മറ്റു മതസ്ഥനാകുക, എന്നിട്ട് ആ ശത്രുവിനെതിരെ സദാ കോപിക്കുന്ന മനസ്സിന്റെ ഉടമകളായി നമ്മൾ മാറ്റുക. ഇത് വലിയ ആപത്താണ്. സ്ത്രീയാണ് പെൺകുട്ടിയാണ് എന്നു പറഞ്ഞുള്ള മാറ്റിനിർത്തലുകൾ ഒരിടത്തും വേണ്ട. പെൺകുട്ടികൾ ലോങ് ജമ്പിന് പങ്കെടുക്കരുതെന്ന് പറഞ്ഞ ഒരു കാട്ടാളൻ ഉണ്ടായിരുന്നുവെന്നും ശൈലജ പറഞ്ഞു. സ്ത്രീയാണ്, പെൺകുട്ടിയാണ്, പറയരുത്, ഓടരുത് അല്ലേ. സ്ത്രീകൾ ലോങ് ജമ്പിൽ പങ്കെടുക്കരുത് എന്ന് ഒരു കാട്ടാളൻ പറഞ്ഞു. രജത് കുമാർ എന്ന് പറഞ്ഞൊരു വൃത്തികെട്ടവൻ പുരുഷന്മാർക്ക് സംഘടന ഉണ്ടാക്കിയിരിക്കുക ഇപ്പോ അയാൾ അല്ലേ. അയാൾ പറഞ്ഞ കാരണങ്ങളൊക്കെ നമുക്ക് കാർപ്പിച്ചു നിർത്താൻ തോന്നുന്നതാണ്. അപ്പൊ ഇരിക്കട്ടെ, സ്ത്രീകൾക്ക് അതൊക്കെ സാധിക്കും. ശാരീരികമായ പ്രത്യേകതയൊക്കെ ഉണ്ട്. പക്ഷെ ആ ബയോളജിക്കലായിട്ടുള്ള വ്യത്യാസം ഒരിക്കലും സമൂഹത്തിൽ ഇക്വാലിറ്റിക്ക് തടസ്സമല്ല, തുല്യതയ്ക്ക് തടസ്സമല്ല. ബയോളജിക്കലായിട്ടുള്ള വ്യത്യാസമുണ്ട്. നമുക്കത് സമർത്ഥമായിട്ട് പറയാൻ സാധിക്കണം. ആശാവർക്കർമാർക്ക് 21,000 രൂപ ശമ്പളം നൽകാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല. 500-ൽ നിന്ന് 12,000-ഉം 13,000-ഉം ഒക്കെ ആക്കിയ പിണറായി വിജയനെയാണ് സമരക്കാർ വിമർശിക്കുന്നത്. കേന്ദ്രത്തിനെതിരെ ഒരക്ഷരം പറയുന്നില്ല. ശമ്പളാക്കണം നമുക്ക് പറ്റില്ല. നമ്മുടെ ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റ് ഒന്നും വർദ്ധിപ്പിച്ചിട്ടില്ല. ഇനി ആരോടാ ചോദിക്കേണ്ടത്? സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യാവുന്ന പരമാവധി അങ്ങനെ ചെയ്തു തന്നിട്ടുണ്ട്. 500-ൽ നിന്ന് 12,000 13,000 മാറ്റിയ LDF-നെ അതിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റം പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അഥവാ പിണറായി അല്ലേ ഇത് 12,000 ആക്കിയിട്ട് 13,000 ആക്കിയിട്ട് മാറ്റിയത്? ആ പിണറായിയെ അവിടെ ഇരുന്ന് ചീത്ത വിളിച്ചാൽ അതെങ്ങനെയാ ശരിയാവുക? അതുകൊണ്ടാണ് പറഞ്ഞത്, എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇനി സമരം ചെയ്യേണ്ടത് കേന്ദ്രത്തോടാണ്, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അതാണ് ആശാവർക്കർമാരുടെ അവസ്ഥ. അത് നമ്മൾ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ. സ്ത്രീകൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളിലേതുപോലെ നിയമസഭകളിലും പാർലമെന്റിലും പ്രാതിനിധ്യം കിട്ടണമെന്നും കെ ശൈലജ ആവശ്യപ്പെട്ടു. എന്നാൽ പുതിയ ഡീലിമിറ്റേഷൻ വന്നാൽ കേരളത്തിൽ സീറ്റ് കുറയുകയാണ് ചെയ്യുക. ജനസംഖ്യാനുപാതികമായി മണ്ഡല പുനർനിർണയം വരുന്നതാണ് പ്രശ്നം. കുടുംബാസൂത്രണം കർശനമായി നടപ്പാക്കിയ സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ ജനസംഖ്യ നിയന്ത്രിക്കാനും കഴിഞ്ഞു. എന്നാൽ ഉത്തരേന്ത്യയിൽ അതല്ല സ്ഥിതി. അവിടെ സീറ്റുകൾ ധാരാളമായി കൂടുകയാണ് ചെയ്യുകയെന്നും കെ ശൈലജ പറഞ്ഞു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച MC ജോസഫൈൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ ശൈലജ. ജില്ലാ പ്രസിഡന്റ് KPV പ്രീത അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PK ശ്യാമള, സംസ്ഥാന കമ്മിറ്റി അംഗം TK സുലേഖ, A മാധവി, V സതി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.